ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ ഷാ പാലോട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് നമ്മൾ സ്റ്റേറ്റ്മെന്റ് തലത്തിലേക്ക് ക്വസ്റ്റ്യൻ കടന്നപ്പോൾ എല്ലാ ആൾക്കാർക്കും ഇത് എങ്ങനെയാണ് നമുക്ക് അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഇതിനെപ്പറ്റി പഠിക്കാം, ഇത് ഏത് സോഴ്സ് ഉപയോഗിച്ച് പഠിക്കണം എന്നതിനെ പറ്റി പല ആൾക്കാർക്കും പല രീതിയിലുള്ള കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറെ കൂടി മുൻപേ തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു, PSC ഇതിന് മുൻപ് തന്നെ ഒരു അറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോച്ചിങ് ക്ലാസ്സുകളും ഗൈഡുകളൊക്കെ തന്നെ പഠിക്ക് പുറത്താണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സാമ്പ്രദായിക രീതിയിൽ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ പരീക്ഷയിൽ വലിയ നിരാശ വരേണ്ടി വന്നു. പക്ഷേ എന്താണ്, കണ്ടന്റ് മാക്സിമം കണ്ടന്റോട് കൂടി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലായാലും ഹിസ്റ്ററിയിലായാലും ജോഗ്രഫിയിലായാലും എല്ലാത്തിലും എന്ത് പ്രൊവിഷൻസ് ആണ് പറയുന്നത്, ആ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ട് ബോധമുള്ളവർ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ പരീക്ഷ എളുപ്പമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്കും അതോടൊപ്പം തന്നെ ഇനിയുള്ള പരീക്ഷകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ നിരാശപ്പെടേണ്ടി വരില്ല. കാരണം എന്താണ്, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്കിലും നമുക്ക് എന്താണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിയിലെ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ ദ സോഴ്സ് ഓഫ് അതോറിറ്റി ബിഹൈൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അധികാരം ജനങ്ങളാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് സോഴ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരമാധികാരി എന്ന് പറയുന്നത് ജനങ്ങളാണ് എന്ന് പറയുന്നത് എവിടെയാണ്? ആർട്ടിക്കിൾ 1 വേർഡ് ഓഫ് സോവറിൻ അല്ലെ, പരമാധികാരം ആണോ? ദ പ്രിയാമ്പിളിലാണോ? പാർട്ട് 3 എവിടെയാണ് ജനങ്ങളാണ് ഭരണഘടനയുടെ പരമാധികാരി എന്ന് പറയുന്നത് എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസർ പ്രിയാമ്പിളിലാണ്. എവിടെയാണ്? പ്രിയാമ്പിൾ, ആമുഖം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം തന്നെ തുടങ്ങുന്നത് എങ്ങനെയാ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഇന്ത്യയിലെ ജനങ്ങൾ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അധികാരം മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻ അനുസരിച്ചാണ് ഇന്ത്യ എങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ജനങ്ങളിൽ നിന്നാണ് ഈ പ്രൊവിഷൻസ് എല്ലാം കിട്ടിയേക്കുന്നത് എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം തന്നെ പറയുന്നു. ആമുഖം കൃത്യമായി വായിച്ചാൽ നമുക്കറിയാം അല്ലെ, ഇന്ത്യയെ ഒരു പരമാധികാര ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി. അപ്പോ ഈ വേർഡുകളെല്ലാം തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പറയുന്നു. ആമുഖം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്നുള്ളതിന്റെ ഒരു എന്താണ് ഒരു ജാലകമാണ്. അകത്ത് എന്താണ് പറയുന്ന അതിനെ എല്ലാത്തിനെയും തന്നെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നു. അതിൽ ഇക്വാലിറ്റിയെ പറ്റി പറയുന്നു, റിപ്പബ്ലിക്കിനെ പറ്റി പറയുന്നു, മതേതരത്വത്തെ പറ്റി പറയുന്നു, സോഷ്യലിസത്തെ പറ്റി പറയുന്നു. അങ്ങനെ എന്താണ്, ഇന്ത്യയുടെ യൂണിറ്റിയെയും ഇന്റഗ്രിറ്റിയെ പറ്റി പറയുന്നു. പരമാധികാരത്തെ പറ്റിയുന്നു. കാരണം ഇന്ത്യക്ക് മുകളിൽ ഒരു പരമാധികാര ശക്തിയില്ല അല്ലെ. ഇന്ത്യക്ക് മുകളിൽ ഏതെങ്കിലും ഒരു പരമാധികാര ശക്തി ഉണ്ടോ ഇന്ത്യയെ നിയന്ത്രിക്കാൻ? ഇല്ല. ഇന്ത്യ കോമൺവെൽത്തിൽ 49 അംഗമായി. പക്ഷെ എങ്കിലും ഇന്ത്യയെ കോമൺവെൽത്ത് എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ അംഗമാണ്. പക്ഷെ ഇന്ത്യയെ എന്ത് ചെയ്യുന്നില്ല, ആരും കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്: ആമുഖത്തിലെ ഓരോ വാക്കുകളും, ആമുഖം എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ പഠിക്കുക. അല്ലാതെ ആമുഖം എപ്പോ അംഗീകരിക്കപ്പെട്ടു, അതോടൊപ്പം തന്നെ ആമുഖം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചതാണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ആമുഖമായി മാറിയത് എന്നത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ നമ്മൾ പരാജയപ്പെടും എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ പഠിക്കണം നമ്മൾ. എന്താണ്, ഉറപ്പായിട്ട് എൻട്രി ആപ്പിൽ ഇതിന്റെ സമ്പൂർണമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ ഓരോ സബ്ജക്റ്റും. കാരണം ഇന്ത്യൻ പൊളിറ്റി കുറെ കൂടി പ്രാധാന്യമുണ്ട്. അതിന്റെ റീസൺ എന്താ? കാരണം 12ഓളം മാർക്കിന് മുകളിലാണ് പൊളിറ്റിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻട്രി ആപ്പിൽ ഇതിന്റെ വിശാലമായിട്ടുള്ള ക്ലാസ്സുകൾ ഉറപ്പായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. കുറെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് ആൻഡ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതായത് ചോദ്യം നല്ലതുപോലെ വായിക്കുക. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതിനെ പറ്റിയാണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്: ദ അപ്പർ ചേംബർ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഈസ് പെർമനന്റ് ഹൗസ്. എന്താണ്, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. അതോടൊപ്പം തന്നെ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ
ആർ ഇലക്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത 3, ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇലക്ടഡ് ഫ്രം എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. രാജ്യസഭയുടെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് എന്താണ്? രാജ്യസഭയിലെ അംഗങ്ങളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. 3 സ്റ്റേറ്റ്മെന്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് നോക്കാം. രാജ്യസഭയുടെ അപ്പർ ഹൗസ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ഹൗസ് രാജ്യസഭയാണോ? ആണ്, രാജ്യസഭയാണ്. അപ്പൊ അത് ശരിയാണ്. അതോടൊപ്പം തന്നെ എന്താണ്? ലോക്സഭയാണ് ലോവർ ഹൗസ്, അല്ലെ? അത് ലോവർ ചേംബർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പർ ചേംബറും ലോവർ ചേംബറും. ഓക്കെ. അതോടെ പോപ്പുലർ ചേംബർ എന്നാണ് ലോക്സഭയെ അറിയപ്പെടുന്നത്. പോപ്പുലർ ചേംബർ, ജനങ്ങളുടെ സഭ. ഓക്കെ. ഇനി അതോടൊപ്പം തന്നെ രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളും ഇലക്റ്റഡ് ആണോ? ആനുപാതിക പ്രാതിനിധ്യത്തിനനുസരിച്ചാണോ? അല്ല. 12 അംഗങ്ങൾ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരും എന്തല്ല? ജനസംഖ്യയ്ക്ക് ആനുപാതികമല്ല, ഓരോ സ്റ്റേറ്റിന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പൊ അവിടെ നോമിനേഷൻ വരുന്നു, അത് തെറ്റാണ്. 3, ചെയർമാൻ ഇലക്ടഡ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാ? അത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭയിലുള്ളവർ മാത്രമാണോ? അല്ല, ലോക്സഭയും രാജ്യസഭയും കൂടിയാണ്. അപ്പൊ എന്താണ്? 2ഉം 3ഉം തെറ്റാണ്. ക്ലിയർ ആയോ? അപ്പൊ 1 മാത്രമാണ് ശരി. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്ന ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്? അപ്പൊ 2ഉം 3ഉം. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ രാജ്യസഭയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതോടൊപ്പം തന്നെ രാജ്യസഭയ്ക്ക് മാത്രമുള്ള അധികാരം, ലോക്സഭയ്ക്ക് മാത്രം ഉള്ള അധികാരം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. അങ്ങനെ എല്ലാത്തിനെയും പറ്റി വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി 3, ഫണ്ടമെന്റൽ റൈറ്റ്സ്. എല്ലാ ആൾക്കാരെയും വളരെ കുഴപ്പിച്ചൊരു ചോദ്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അല്ലെ? കാരണം മൗലിക അവകാശങ്ങൾ, നമ്മൾ മൗലിക അവകാശങ്ങളെ പറ്റി പഠിക്കുന്നത് 14 മുതൽ, ആർട്ടിക്കിൾ 14 മുതൽ എന്താണ് 35 വരെ നമ്മൾ പഠിക്കും. ഇതിനകത്തുള്ള ഓരോ ആർട്ടിക്കിളും പഠിക്കും. അല്ലെങ്കിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നത് ആര്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെങ്ങനെയാണ് ഇതിന് ആപ്ലിക്കേബിൾ ആകുന്നത് എങ്ങനെയാണ് എന്ന് പല ആൾക്കാരും പഠിക്കാറില്ല. അതോടൊപ്പം തന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് ഇത് ഓരോ ആൾക്കാർക്കും ഇത് നടപ്പിലാകുന്നത്, എന്താണ് മൗലിക അവകാശങ്ങൾ എന്നതിനെ പറ്റിയൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ചോദ്യം ഇതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ജസ്റ്റിസയബിൾ, അല്ലെ? ന്യായപരമായിട്ടുള്ളതാണോ? 2, അബ്സല്യൂട്ട്, എന്താണ്? പൂർണ്ണമായും, അതായത് നിയന്ത്രണം ഒന്നുമില്ലാത്ത അനിയന്ത്രിതമായിട്ടുള്ള സാധനമാണ്, അബ്സല്യൂട്ട് ആണ്. നെഗറ്റീവ് ആസ് വെൽ പോസിറ്റീവ്, അല്ലെ? നെഗറ്റീവും പോസിറ്റീവും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ എന്താണ്? നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഉള്ളത്. അമെൻഡബിൾ, അല്ലെ? അതാണ് ഭേദഗതി വരുത്താൻ കഴിയുന്നത്. ഈ 4 എണ്ണത്തിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. ഓൾ ആർ കറക്റ്റ്, ഈ 4ഉം ശരിയാണ്. ഓൺലി 2 ഈസ് ഇൻകറക്റ്റ്, അല്ലെ? രണ്ടാമത്തത് മാത്രം തെറ്റാണ്. ഓൺലി 2 and 4 ആർ ഇൻകറക്റ്റ്, 2ഉം 4ഉം തെറ്റാണ്. 4 അമെൻഡബിൾ, അല്ലെ? അല്ലെങ്കിൽ ഓൺലി ഓപ്ഷൻ ഡി ഏതാണ്? 1 ഈസ് കറക്റ്റ്, ജസ്റ്റിസയബിൾ. ഇങ്ങനെയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് തുടങ്ങുന്ന തന്നെ 12 മുതലാണ്. നമ്മൾ പല ആൾക്കാരെ റാങ്ക് ഫയൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ 14 മുതലേ പഠിക്കാറുള്ളൂ. ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റിനെ നിർവചിച്ചേക്കുകയാണ്. സ്റ്റേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കോടതി എപ്പോഴും പരിഗണിക്കുന്ന, അല്ലെങ്കിൽ ഭരണഘടന എപ്പോഴും പരിഗണിക്കുന്നത് സ്റ്റേറ്റ് എന്നുള്ള നിർവചനത്തിനകത്ത് നിന്നാണോ മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കുന്നതും അതിന് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതും, അങ്ങനെയൊക്കെയാണ് പരിഗണിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റിന്റെ നിർവചനം ആർട്ടിക്കിൾ 12 പറയുന്നു. ഇനി ആർട്ടിക്കിൾ 13 പറയുന്നത് എന്താണ്? 13 പല ആൾക്കാർക്കും അറിയില്ല. 13 എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾക്ക് ഹനിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം പാടില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണങ്ങളും ആരും പാടില്ല. റീസണബിൾ റെസ്ട്രിക്ഷൻസിന്റെ ഭാഗമായിട്ടേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി? പിന്നെ 14 അല്ലെ? നിയമത്തിന് മുന്നിലുള്ള സമത്വം, അതായത് തുല്യരിൽ തുല്യതയുള്ളവർ എന്നുള്ളതാണ്. തുല്യർക്കിടയിൽ മാത്രമേ തുല്യത നമുക്ക് പറയാൻ പറ്റൂ. അല്ലാത്തവരുടെ ഇടയിൽ എന്താണ് തുല്യതയെ പറ്റി പറയാൻ കഴിയില്ല. അപ്പോ ഇന്ത്യയുടെ പ്രസിഡന്റിന് ആർട്ടിക്കിൾ 14 അദ്ദേഹം നിയമത്തിന്റെ മുന്നിൽ തുല്യനല്ല, അദ്ദേഹത്തിന് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. മനസ്സിലായോ? അപ്പോ എന്താണ് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതിനെ പറ്റി ആദ്യം നോക്കുക. മൗലിക അവകാശത്തിന്റെ ഫീച്ചേഴ്സ്, അതിലൊന്ന്
Some of them are available only to the citizen, while others are available to all persons, whether citizen, foreigners or legal person like corporation or companies. അതായത് നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, പൗരന്മാർക്കുള്ളതാണ്. പക്ഷെ ഇന്ത്യൻ പൗരന്മാർ, അതായത് സിറ്റിസൺ, ഇന്ത്യയിലെ സിറ്റിസൺ ആയിട്ടുള്ളവർക്കുമുണ്ട്, ഫോറിനേഴ്സിനുമുണ്ട്. അതോടൊപ്പം തന്നെ ലീഗൽ പേഴ്സൺസ്, ലീഗൽ വ്യക്തിത്വങ്ങൾക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതായത് ഇന്ത്യക്കാർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഇന്ത്യയുടെ പുറത്തുള്ള, അതായത് ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ നിൽക്കുന്നവർക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അത് പല ആൾക്കാർക്കും അറിയില്ല. നിങ്ങൾ എല്ലാ ആൾക്കാരും വിചാരിച്ചേക്കുന്നത് സിറ്റിസൺസിന് മാത്രമേ എന്തുള്ളൂ, മൗലിക അവകാശം ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ഇന്ത്യയിലുള്ള ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാവർക്കും നൽകുന്ന മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 40, നിയമത്തിന്റെ മുന്നിലുള്ള തുല്യത. വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 20, ജീവിക്കാനുള്ള അവകാശം. 21 ജീവിക്കാനുള്ള അവകാശം. 21A വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അങ്ങനെ ഒരുപാട്. ഇനി ആർട്ടിക്കിൾ 19, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കുറച്ച് ആർട്ടിക്കിൾ ഉണ്ട്. മീൻസ് ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 15, അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18, ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസന് മാത്രമേ കൊടുക്കൂ. ആർട്ടിക്കിൾ 19 എന്നൊക്കെ പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം, അതൊരു ഫോറിനേഴ്സിന് കൊടുക്കാൻ പറ്റില്ല, ഇന്ത്യക്കാർക്ക് മാത്രം. ഇന്ത്യൻ സിറ്റിസന് മാത്രമേ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോ വിദേശത്തുള്ള ആൾക്കാർക്ക് ആ ആർട്ടിക്കിൾ 19 പ്രൊവിഷൻ കൊടുത്താലുള്ള ഒരു പ്രശ്നം എന്താ, അവരിവിടെ വന്ന് നമ്മുടെ ഗവൺമെന്റിനെതിരെ സമരം വിളിച്ചിട്ട് പോകും. അത് പാടില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഇത് കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ചുരുക്കം ക്ലാസ്സിൽ, കാരണം എൻട്രി ആപ്പിനകത്ത് ഇതിന്റെ വിശാലമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ ദേ ആർ നോട്ട് അബ്സല്യൂട്ട് ബട്ട് ക്വാളിഫൈഡ്. അത് അബ്സല്യൂട്ട് അല്ല, പൂർണ്ണമായിട്ടുമുള്ള സ്വാതന്ത്ര്യമല്ല. പക്ഷേ സ്വാതന്ത്ര്യത്തിന് എന്തുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് എന്തുണ്ട്, നമ്മൾ ക്വാളിഫൈഡ് ആണ്. ദ സ്റ്റേറ്റ് ക്യാൻ ഇമ്പോസ് റീസണബിൾ റെസ്ട്രിക്ഷൻ ഓൺ ദം. സംസ്ഥാനത്തിന് വേണമെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ന്യായമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാം. ഉദാഹരണത്തിന്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ബോംബ് വെക്കാൻ പറ്റുമോ എവിടെയെങ്കിലും? പറ്റുമോ? ഇല്ല. ആരെങ്കിലും കൊല്ലാൻ കഴിയുമോ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആരെയും കയറി കൊല്ലാൻ കഴിയുമോ? അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും പോവാൻ കഴിയും എന്ന് പറഞ്ഞ് ഇന്ത്യയിലുള്ള ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിലേക്ക് പോകാൻ കഴിയുമോ? ഇല്ല. അവിടെ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇന്നർ ലൈൻ പെർമിറ്റ് പോലുള്ള പെർമിറ്റുകൾ വെച്ചിട്ടുണ്ട്. ആ പെർമിറ്റിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ സ്റ്റേറ്റിന്റെ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് അവിടെ പോകാൻ കഴിയും. അപ്പോ ന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ ആ ന്യായമായ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് ഓർബിട്രറി ആകാൻ പാടില്ല. സ്വേച്ഛാപരമായിട്ട് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് കോടതിക്ക് തീരുമാനിക്കാം അത് വേണോ വേണ്ടയോ എന്നുള്ളത്, അല്ലെ? ചില സ്ഥലത്തൊക്കെ 144 ഒക്കെ പ്രഖ്യാപിക്കും. അവിടെ 4 ആൾക്കാർ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 5 പേര് കൂടാൻ പാടില്ല. അതിന്റെ റീസൺ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൂട്ടം കൂടിക്കൂടെ? ആർട്ടിക്കിൾ 19 പ്രകാരം. ആർട്ടിക്കിൾ 19 പറയുന്നു നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും നിരായുധരായിട്ട് എന്ത് ചെയ്യാം? കൂട്ടം ചേരാം. അപ്പൊ ഒരു സ്ഥലത്ത് 144 പ്രഖ്യാപിച്ചു, CRPC. അപ്പൊ അവിടെ 5-ൽ കൂടുതൽ ആൾക്കാർക്ക് പറ്റില്ല. അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യില്ലെന്ന് പറയുന്നത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ സർക്കാർ എന്ത് ചെയ്യും? അവിടെ കൂടാനുള്ള സാഹചര്യം ഇല്ല. അവിടെ ക്രമസമാധാന നില തകരും. അതുകൊണ്ടാണ് പറ്റാത്ത. അപ്പൊ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സ്ട്രൈക്ക് ബാലൻസ് ബിറ്റ്വീൻ റൈറ്റ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ദോസ് ഓഫ് സൊസൈറ്റി, ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ കൺട്രോൾ. സാമൂഹിക നിയന്ത്രണത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഒരു ബാലൻസിങ് ആണ്. സമൂഹവും വ്യക്തികളും തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്, സോഷ്യൽ ക്രമം കൊണ്ടുവരാനാണ് ഈ റെസ്ട്രിക്ഷൻസ് വെക്കുന്നത്. അതോടൊപ്പം തന്നെ സം ഓഫ് ദർ നെഗറ്റീവ് ക്യാരക്ടർ. മൗലിക അവകാശങ്ങൾക്ക് നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ട്. അതായത് പല സ്ഥലത്തും നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് വെക്കുമ്പോൾ അത് നെഗറ്റീവാണ്. ഒരു സ്റ്റേറ്റ് നിങ്ങളെ അങ്ങോട്ട് പോകുന്നതിൽ നിങ്ങളെ വിലക്കുന്നു. അപ്പൊ അത് നെഗറ്റീവാണ്. പക്ഷേ അതോടൊപ്പം തന്നെ പോസിറ്റീവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് പ്രിവിലേജ്. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം, കാരണം അവർക്ക് പ്രിവിലേജ് ഉണ്ട്. അത് പോസിറ്റീവാണ്. മനസ്സിലായോ? അപ്പൊ നെഗറ്റീവും പോസിറ്റീവും ആകാം. ഓക്കെ, അപ്പൊ ഗവർണർക്ക് അങ്ങോട്ട് പോകാം, മുഖ്യമന്ത്രിക്ക് പോകാം, അവർക്ക് പ്രിവിലേജ് ഉണ്ട്. സാധാരണ ബാക്കിയുള്ള വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അങ്ങോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. മീൻസ് അവർക്ക് നെഗറ്റീവ് ആണ്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്.
ഇതാണ് നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് ക്യാരക്ടറും പോസിറ്റീവ് ക്യാരക്ടറും. അതോടൊപ്പം തന്നെ എന്താണ്, ദേ ആർ ജസ്റ്റിസേബിൾ ആണ്, അല്ലെ, ന്യായീകരിക്കാൻ കഴിയുന്നതാണ്. അലോവിംഗ് പേഴ്സൺ ടു മൂവ് ദ കോഡ്സ് ഫോർ ദെയർ എൻഫോഴ്സ്മെന്റ് ഇഫ് ആൻഡ് വെൻ ദേ ആർ വയലേറ്റഡ്. നിങ്ങൾക്കുള്ള മൗലിക അവകാശം നിങ്ങൾക്ക് എന്ത്, യെസ്, നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് ന്യായമാണെങ്കിൽ ഉറപ്പായിട്ടും കോടതിയിൽ പോകാം. അതാണ് ജസ്റ്റിസേബിൾ. അതോടൊപ്പം തന്നെ ദേ ആർ ഡിഫെൻഡഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ ദ സുപ്രീം കോടതി. നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാണ്, യെസ്, ഇതിനു വേണ്ടി വാദിക്കാം. മനസ്സിലായോ? ആരാണോ ഈ പറയുന്ന വ്യക്തിക്ക് മൗലിക അവകാശം റദ്ദ് ചെയ്യപ്പെട്ടത്, നിങ്ങൾക്ക് ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ പോകാം. ഹൈക്കോടതി വഴി, അപ്പീല് വഴിയല്ല പോകുന്നത്, സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. അതാണ് ഹേബിയസ് കോർപ്പസ്. ആരെങ്കിലും അന്യായമായിട്ട് തടവിൽ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ്, ഹാജരാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിങ്ങൾക്ക് ഹേബിയസ് കോർപ്പസ് റിട്ട് സമർപ്പിക്കാം. ജസ്റ്റിസേബിൾ ആണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ദേ ആർ നോട്ട് എന്താണ്, സാക്രോസാങ്ക്ട് ഓർ പെർമനന്റ്. The parliament can curtail or repeal them, but only by a constitutional amendment. മൗലിക അവകാശം എന്ന് പറയുന്നത് എന്തല്ല, അതൊരു പെർമനന്റ് അല്ല, ശാശ്വതമല്ല. അത് പാർലമെന്റിന് അമെന്റ്മെന്റ് ചെയ്യാൻ കഴിയും. അതാണല്ലോ 31 ആർട്ടിക്കിൾ 31 വരുന്ന മൗലിക അവകാശം റദ്ദ് ചെയ്തത്, സ്വത്തവകാശം. അത് റദ്ദ് ചെയ്തില്ലേ പാർലമെന്റ്? ഏതിലൂടെ? ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അമെന്റ്മെന്റ് ചെയ്തത്. ക്ലിയർ ആയില്ലേ? അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ആക്ട് വഴിയൊന്നും പറ്റില്ല. ഏതെങ്കിലും ഒരു എക്സിക്യൂട്ടീവ് ആക്ഷനോ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ എന്ത് ചെയ്യാൻ കഴിയില്ല, മൗലികാവകാശം റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഭരണഘടന അമെന്റ്മെന്റ് തന്നെ ചെയ്യണം. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താണ്, മോർ ഓവർ ദിസ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണത്. ഓക്കെ. ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളത് മനസ്സിലായോ? ഇത് മുമ്പ് നിങ്ങൾ പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊക്കെ പുഷ്പം പോലെ ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ ലോക്പാൽ. ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷാണ്, PC ഘോഷാണ്. ലോക്പാൽ 2019 ലോക്പാൽ നടപ്പിലായത്. 960കളുടെ തുടക്കമുണ്ട്. 960 മുതൽ 2019 ആകുമ്പോഴേക്കാണ് ഇന്ത്യയിൽ ലോക്പാൽ നടപ്പിലാക്കുന്നത്. ലോകത്തുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസ് ആണ് ആദ്യമായിട്ട് ലോക്പാൽ നടപ്പിലാക്കുന്ന. ഓംബുഡ്സ്മാൻ. ഓക്കെ. ആ ഓംബുഡ്സ്മാൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ അതിന്റെ പേര് ലോക്പാൽ എന്നായി മാറി. സംസ്ഥാനങ്ങളിലേക്ക് വന്നപ്പോൾ ലോകായുക്ത എന്നായി മാറി. ഓംബുഡ്സ്മാൻ തന്നെയാണ് ഇത് നമ്മളുടെ ലോക്പാൽ. അപ്പൊ ലോക്പാൽ ആകാൻ എന്താണ്, ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആകാനുള്ള യോഗ്യത പറഞ്ഞേക്കുന്നത് ഒന്നുകിൽ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരിക്കണം, അല്ലെങ്കിൽ പൊതുഭരണം, നിയമം, അഴിമതി വിരുദ്ധം, അതായത് കറപ്ഷൻ, ഇതിലൊക്കെ തന്നെ എന്താണ് 25 വർഷത്തെ വൈദഗ്ധ്യമുള്ള ആളിനെയും ലോക്പാലിന്റെ ചെയർപേഴ്സൺ ആക്കാം. അപ്പൊ ഈ പിനാക്കി ചന്ദ്രഘോഷ് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയാണ്, അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആക്കിയത്. ലോക്പാലിലെ ജുഡീഷ്യൽ അംഗങ്ങളുടെ യോഗ്യത എന്തായിരിക്കണം? അത് സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. അതാണ് ലോക്പാലിലെ മറ്റ് ജുഡീഷ്യൽ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ. ഇനി അതോടൊപ്പം തന്നെ ഇവരുടെ കാലാവധി എത്രയാ? ചെയർമാന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ലോക്പാലിന്റെ കാലാവധിയായിട്ട് തുടരാം. ലോക്പാലിനെ പറ്റിയൊക്കെ വിശാലമായി പഠിക്കുമ്പോൾ നിങ്ങളത് പഠിച്ചോളുക. അപ്പൊ ദ ചെയർപേഴ്സൺ ഷാൽ ബി ദ സെയിം ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അതായത് സാലറിയും അലവൻസുകളും ഒക്കെ തന്നെ നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കിട്ടിയിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിക്ക് കിട്ടിയേക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും അലവൻസുകളും ഒക്കെ തന്നെ ഏതിനും കിട്ടും? ഈ പറയുന്ന നമ്മുടെ ലോക്പാലിലെ അംഗങ്ങൾക്കും കിട്ടും. അടുത്ത പാർട്ട് 9 ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് ഇൻസേർട്ടഡ് ത്രൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 9A എന്ന് പറയുന്ന ഭാഗം ഏത് അമെന്റ്മെന്റിലൂടെയാണ് കൂട്ടിച്ചേർത്തത്? ഓക്കെ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് മൊത്തം എത്ര ഭാഗങ്ങളുണ്ട്? 25 ഭാഗങ്ങളുണ്ട്. ഓക്കെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തു. 4A അത് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തതാണ്. ഏത് 4A എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൂട്ടിച്ചേർത്തു?
4A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സ്വരൺ സിംഗ് അന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന 42ാമത്തെ ഭേദഗതിയിലാണ്. പിന്നെ 9ാം ഭാഗം കൂട്ടിച്ചേർത്തു. 9ാം ഭാഗം കൂട്ടിച്ചേർത്തുന്നത് 73ാമത്തെ ഭരണഘടനാ ഭേദഗതി, പഞ്ചായത്ത് രാജ്. അതോടൊപ്പം തന്നെ 74ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 9A കൂട്ടിച്ചേർത്തു, മുനിസിപ്പാലിറ്റി. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പുതിയ പ്രൊവിഷൻസ് ഉൾപ്പെടുത്താം. നമ്മൾ ഇന്ന് ഓരോ പ്രൊവിഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25 ഭാഗമാക്കി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് പഠിക്കാൻ പറ്റും. ആ 25 ഭാഗം പഠിച്ചാൽ എല്ലാം പഠിച്ചു എന്നുള്ളതാണ് അർത്ഥം. 25 ഭാഗം പഠിക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. പക്ഷെ എങ്കിലും നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ 9A എന്നുള്ളത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതിനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോം ദ റൈറ്റ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എന്താണ് അവകാശങ്ങൾ അല്ലാത്തത്? ഒന്ന്, റൈറ്റ് ടു അലോ സിംബൽസ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ്. അതായത് പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്താണ് സിംബൽ അലോ ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ്. റൈറ്റ് ടു സെറ്റ് ലിമിറ്റ് ടു ഓൺ പോൾ എക്സ്പെൻസ്. അതായത് മൊത്തം എന്താണ് പോളിന് ചെലവഴിക്കേണ്ട തുകയുടെ എന്താണ് ലിമിറ്റ്. അടുത്ത, റൈറ്റ് ടു ഡിസൈഡ് ദ ഷെഡ്യൂൾ ഓഫ് ഇലക്ഷൻ. ഇലക്ഷന്റെ ഷെഡ്യൂൾ നിശ്ചയിക്കുന്ന. റൈറ്റ് ടു ഡിസൈഡ് ഹൗ മെനി പാർട്ടീസ് ക്യാൻ കണ്ടസ്റ്റ് ഇൻ ആൻ ഇലക്ഷൻ. ഒരു ഇലക്ഷനിൽ എത്ര പാർട്ടികൾ മത്സരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോ ഇതിനകത്തൊരു ചിലപ്പോ തെറ്റ് വരാം, അത് പറയാൻ പറ്റില്ല. കാരണം PSCയുടെ ആൻസർ കീ അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടികൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സ്വതന്ത്രന്മാർക്കേ മത്സരിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അതിനുള്ള അവകാശം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് റൈറ്റ് ടു സെറ്റ് ലിമിറ്റ്സ് ഓൺ പോൾ എക്സ്പെൻസ് എന്നാണ്. എന്താണ്? അതായത് ഗവൺമെന്റ് ആണ് തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എത്ര രൂപ ചെലവാക്കാം, എത്ര രൂപ കൂട്ടിക്കൊടുക്കണം, കുറയ്ക്കണം എന്നുള്ളത്. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തെങ്കിലും PSCയുടെ ആൻസർ അനുസരിച്ച് ഞാൻ വിചാരിക്കുന്ന റൈറ്റ് ടു ഓപ്ഷൻ B ആകാനാണ് സാധ്യത എന്നാണ്. പക്ഷെ എങ്കിലും റൈറ്റ് ടു D അതൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്തത്, സെക്ഷൻ 66A ഓഫ് IT ആക്ട് 2008. 2008 എന്താണ് IT ആക്ടിൽ 66A എന്ന് പറയുന്ന അമെന്റ്മെന്റിലൂടെ കൂട്ടിച്ചേർക്കുന്നതാണ്. അതെന്തായിരുന്നു 66A? Sending offensive messages, hacking computer system, failure of maintain records, using password of another person. അപ്പോ സെക്ഷൻ IT ആക്ടിലെ സെക്ഷൻ 66A എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മോശമായിട്ടുള്ള മെസ്സേജ്, സന്ദേശം അയക്കുക. ഇതാണ് റൈറ്റ് ആൻസർ 66A. ഈ 66A എന്ന് പറയുന്നത് പണിഷബിൾ ആയിരുന്നു അല്ലെ? ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ കിട്ടും. ആ ശിക്ഷ എന്താണ് പിന്നീട് റദ്ദ് ചെയ്യുന്നതും. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി 66A എന്ന് പറയുന്ന ആക്ട് തന്നെ എന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞു. 66A എന്ന് പറയുന്ന ആക്ട് എന്ത് ചെയ്തു? സുപ്രീം കോടതി റദ്ദ് ചെയ്തു. ഏത് കേസിൽ? ശ്രേയ സിംഗാൾ VS യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെ? മഹാരാഷ്ട്രയിലെ ശ്രേയ സിംഗാൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കേസാണ്. ആ കേസിലാണ് 66A ഭരണഘടന എന്താണ് സാധ്യതയില്ല, അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അതിനെടുത്ത് തൊട്ടിൽ കളഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് കോടതികൾ ഇതിലേക്ക് ഇടപെടുന്നത് എന്നത് ഓർക്കൊള്ളുക. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് പഠിപ്പിച്ചതാണ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് പോസ്കോ? അപ്പൊ ശരിക്കും എന്താണ് പോക്സോ എന്നാണ് ഇതിന്റെ ആക്ട്. പക്ഷെ ക്വസ്റ്റ്യൻസിൽ അവർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് പോസ്കോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് എന്നുള്ളതാണ്. അപ്പോ പോക്സോ ആക്ട് എ സ്പെഷ്യൽ ലോ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം ഒഫൻസ് ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ്. അറിയാലോ, അതായത് കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമമാണ്. 2, പോക്സോ ഈസ് എ ജെൻഡർ ന്യൂട്രൽ അല്ലെ? അതായത് ഇതെന്താണ്? ജെൻഡർ ന്യൂട്രൽ ലോ ആണ്. ഇതിന് എന്തില്ല? ലിംഗ വിവേചനമായിട്ട് ഇല്ല. കാരണം ഇതിൽ പറയുന്നത് കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആണോ പെൺകുട്ടിയോ ഏത് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടിയോ ട്രാൻസ്ജെൻഡറോ ആരുമാകാം. അതൊരു ന്യൂട്രൽ ലോയാണ്. ഓക്കെ, അതായത് 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടി, പെൺകുട്ടി, അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ, ഇനി ജെൻഡർ ഇല്ല, അങ്ങനെയുള്ള, പക്ഷെ ചൈൽഡ് ആയിരിക്കണം. ഓക്കെ, 18 വയസ്സിന് താഴെയായിരിക്കണം. അടുത്ത, ഇൻ ക്യാമറ ട്രയൽ ഓഫ് കേസ് അല്ലെ?
രഹസ്യ സ്വഭാവമുള്ള കേസുകളായിരിക്കണം. അതായത് പോക്സോയുമായി ബന്ധപ്പെട്ട് ഒരു സെപ്പറേറ്റ് കോടതി ഉണ്ടാക്കണം. ആ കോടതിയിൽ രഹസ്യമായിട്ട് എന്ത് ചെയ്യണം, ഈ കുട്ടിയെ ട്രയൽ നടത്തണം. ആ ട്രയൽ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, പ്രതി അല്ലെങ്കിൽ ഈ കുട്ടീനെ ഈ പറയുന്ന തെളിവുകൾ എടുക്കുന്ന സമയത്ത് ഈ കുറ്റവാളി അവിടെ ഉണ്ടാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ എന്താണ് 90 ദിവസം കഴിഞ്ഞിട്ടേ കോടതികൾ ജാമ്യം കൊടുക്കുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പോക്സോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്താണ് നിയമ സംവിധാനമുണ്ട്. ഓക്കെ, 60 ദിവസത്തിനകത്ത് പരാതികൾ പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് ട്രയൽ നടത്തി ചാർജ് ഷീറ്റ് കൊടുത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോ നമുക്കിത് എന്താണ് കൃത്യമായി ലോസ് പഠിക്കുമ്പോൾ കൃത്യമായി പഠിക്കുക. അത് ഉറപ്പായിട്ട് എങ്ങനെയാണ് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് രൂപീകരിക്കാൻ കാരണം, ഏതൊക്കെ ആക്ടിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ട്, സീഡോ പോലുള്ള ആക്ടുകളിൽ ഒപ്പുവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ദ ഗുവാഹട്ടി ഹൈക്കോർട്ട് ഹാസ് ജൂറിസ്ഡിക്ഷൻ ഓവർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്. ഗുവാഹട്ടി ഹൈക്കോടതിയുടെ പരിധിയിൽ ഏതൊക്കെ കോടതികൾ ഉണ്ട് എന്നുള്ളതാണ്. അസം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഈ 4 ഗുവാഹട്ടി ഹൈക്കോടതിയുടെ പരിധിയിലാണോ? ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയുള്ള കോടതി ഗുവാഹട്ടി കോടതിയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ 1ൽ കൂടുതലുള്ള സ്റ്റേറ്റുകൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കോമൺ ആയിട്ടൊരു ഹൈക്കോർട്ട് ഉണ്ടാകാം. 1956 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുമ്പോഴാണ് ആ പ്രൊവിഷൻ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. 1ലധികം സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോടതി വാങ്ങാം. പഞ്ചാബിനും ഹരിയാനയ്ക്കും ഒരു കോമൺ ഹൈക്കോടതിയാണ്. അതൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയതാണ്. പിന്നീട് എന്ത് ചെയ്തു, ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഹൈക്കോടതികൾ ഉണ്ടാക്കാം, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തോളുക. അപ്പൊ എല്ലാം ശരിയാണ്, ഓൾ ദ എബവ് ആണ് റൈറ്റ് ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1975 അടിയന്തരാവസ്ഥ നമ്മൾ പഠിക്കാൻ വളരെ ഡീപ്പായിട്ട് പഠിക്കണം. നമുക്കിനി എക്സാമുകളൊക്കെ കിട്ടണമെങ്കിൽ വളരെ വളരെ ഡീപ്പായിട്ട് പഠിക്കണം. കാരണം എന്താണ്? കാരണം അത്രയ്ക്ക് കോമ്പറ്റീഷൻ ആണ്. ക്വാളിറ്റി ഉള്ള ആൾക്കാർ മാത്രം സർവീസിലേക്ക് വന്നാൽ മതി എന്ന് PSC തീരുമാനിച്ചു. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതിയിട്ട് ക്വസ്റ്റ്യൻ കട്ടിയായി പോയി ലിസ്റ്റിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് PSCക്ക് എതിരെ സമരം ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കഴിയില്ല. അത് PSCക്ക് അറിയാം. അതുകൊണ്ടാണ് PSC എന്ത് ചെയ്തത്, മാക്സിമം ആൾക്കാരെ എന്താണ് ജോലി കൊടുക്കുക. അതിന് എക്സാമിന്റെ അളവ് കൂട്ടണം, എക്സാമിന്റെ ക്വാളിറ്റി കൂട്ടണം, ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടണം. അപ്പൊ നല്ല പഠിക്കുന്ന ആൾക്കാർ മാത്രം റാങ്ക് ലിസ്റ്റിൽ വരും, അവർക്ക് മാത്രം ജോലി കൊടുക്കാൻ പറ്റും. ഉദാഹരണം KS 190 പേരുടെ ലിസ്റ്റ് ഇട്ടു, 105 പേർക്ക് ആദ്യഘട്ടത്തിൽ തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഇനി വരുന്നത് ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ ഒരു ലിസ്റ്റില് 75-80% ആൾക്കാർക്ക് ജോലി ആയി കഴിഞ്ഞു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഇതൊക്കെ പോകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്താ സമയം, 1 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ എന്താണ് ട്രിപ്പ്, ടിക്ക്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, കോഡ്, അതൊന്നും ഇനി PSCയുടെ അടുത്ത് ചെലവാകില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെയുള്ള അധ്യാപകരെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം ടിപ്പ് പഠിപ്പിക്കുന്നവരും അതോടൊപ്പം തന്നെ എന്താണ് കോഡിട്ട് പഠിപ്പിക്കുന്നവരും ഒക്കെയാണ്. നമ്മൾ കുറെ കണ്ടന്റ് നിങ്ങളടുത്ത് പറഞ്ഞു തന്നാൽ നിങ്ങൾ പറയും, ഞങ്ങൾ UPSCക്കൊന്നും അല്ല സാറേ പഠിക്കുന്നത്, ഞങ്ങൾ കേരള PSC ആണ്, ഞങ്ങൾക്ക് ഇതൊക്കെ മതി. അപ്പൊ അതനുസരിച്ച് പഠിച്ചോളൂ. ഏറ്റവും അവസാനം PSC മാറുമ്പോൾ നിങ്ങളും കൂടെ അതിനനുസരിച്ച് മാറിയില്ല എങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. ആർട്ടിക്കിൾ 352. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. അതെ, ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ, ആ അടിയന്തരാവസ്ഥയിൽ എന്ത് ചെയ്തു, സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനം അതൊക്കെ നിർത്തിവെച്ചു. പിന്നെ കേന്ദ്രമാണ് എല്ലാത്തിന്റെയും കൺട്രോൾ. പൗരാവകാശങ്ങൾ നിർത്തിവെക്കും. അതോടൊപ്പം തന്നെ എന്താണ്, മൗലിക അവകാശങ്ങൾ നിർത്തിവെക്കും. ആർട്ടിക്കിൾ 19 ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. 1975 അടിയന്തരാവസ്ഥ എന്ത് ചെയ്തു, എക്സിക്യൂട്ടീവിന്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം കുറച്ചു. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അതിനുള്ള ഭേദഗതിയും ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മുടെ എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സെഷനെ പറ്റി പഠിക്കുമ്പോൾ എല്ലാം പഠിക്കും.
അപ്പൊ 75. അപ്പോ മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഈ അടിയന്തരാവസ്ഥ എങ്ങനെ ഉണ്ടായി, അതിനകത്തുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോ കഴിഞ്ഞ ദിവസം കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സ്റ്റാൻഡേർഡ് തലത്തിലുള്ള ചോദ്യങ്ങളാണ്. പഠിച്ചിരുന്നെങ്കിൽ എല്ലാ ആൾക്കാർക്കും പഠിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് എന്താണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ, പുതിയ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്കും കൂടെ ഇത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഉറപ്പായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്.